പ്രാർത്ഥനകൾ ഈ യാചനയും കേട്ട് ദൈവം മറുപടി അയച്ചതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസൻ ടി എം കുശി പാസ്റ്റർക്കായി സ്തോത്രം. കഴിഞ്ഞ പകലിലെയും ഈ രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മതിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിജയൻ അവർകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബഹുമാനികളായ എല്ലാ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എളിവൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കഴിഞ്ഞ പകൽ കർത്താവ് നമ്മോട് ഹൃദ്യമായി ഇടപെട്ടു. കഴിഞ്ഞ രാത്രി നമ്മുടെ കർത്താവ് ഇന്ന് ഹൃദ്യമായി ഇടപെട്ടു. ഈ രാത്രിയിലും കർത്താവിൻ്റെ ഹൃദ്യമായ ശബ്ദം നമ്മെ കർത്താവ് കേൾപ്പിക്കേണ്ടതിനായി നമുക്കൊരല്പസമയം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നോട് ഇന്ന് രാത്രി ഇടപെടണമേ, അങ്ങയുടെ വ്യക്തമായ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവിൽ നീ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് നീ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കഴിഞ്ഞ പകൽ നമ്മോട് ദൈവജന ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിജയൻ അവർക്ക് നമ്മുടെ മധ്യകൊണ്ട് പ്രത്യേകതയുടെ വന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം ദൈവജനം ശ്രമിക്കാമല്ലോ. ഈ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പകൽ നമ്മൾ ചിന്തിച്ച മൂന്നാമത്തെ വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, അതിനോട് ചേർന്ന് 14, 15, 16 വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 7, 14, 15, 16 വാക്യങ്ങൾ. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്നും വീണുപോയി. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. 15-ാമത്തെ വാക്യം, അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. 16-ാമത്തെ വാക്യം കൂടെ, പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ബഹുമാന്യ ദൈവഭക്തന്മാർ, ഈ കൂട്ടായ്മയിൽ നേതൃത്വം കൊടുക്കുന്ന സീനിയർ ശുശ്രൂഷകൻ, അതുപോലെ തന്നെ പാസ്റ്റർ ജോബിൻ, അതുപോലെ തന്നെ ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന പാസ്റ്റർ സജീവ്, ആമേൻ, ഈ കൂട്ടത്തിലുണ്ടല്ലോ. എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശിക്കുന്നു. കഴിഞ്ഞ പകലിൽ 3 വാക്യങ്ങളായിരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ചത്. എന്നാൽ കഴിഞ്ഞ പകലിൽ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിച്ചു, ആ ഭാഗം ഞാൻ വിട്ടു. എങ്കിലും സമയത്തിൻ്റെ പരിധി മൂലം ഈ 3-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനത്തിലൂടെ നാം വായിച്ചു കേട്ട ഒരു ദൈവശബ്ദമാണ് പെട്ടെന്ന് എന്നൊരു വാക്ക്. 7-ാമത്തെ വാക്യം ഒരു പ്രാർത്ഥനയുടെ റിസൾട്ടാണ്, ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് 7-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി സഭ ഒന്നിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. എന്നാൽ 7-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗം തുറന്ന് അത് വെളിപ്പെടുകയാണ്. എന്നാൽ 14, 15, 16 വാക്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ പ്രാർത്ഥനയുടെ മറുപടിയും പ്രാർത്ഥിച്ചവരുമായിട്ടുള്ളൊരു കൂട്ടിമുട്ടലിനെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ദൈവസന്നിധിയിൽ നിലമ്പാട് വീണ് കരയുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. 2, ആ മറുപടി നാം അനുഭവിക്കുമെന്നുള്ള കാര്യം നിശ്ചയമാണ്. യെരൂശലേമിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന പ്രായാധിക്യമുള്ള ഒരു ദൈവപുരുഷനായിരുന്നു ശിമയോൻ. വാർദ്ധക്യ സഹജമായിരിക്കുന്ന ക്ഷീണങ്ങൾ അദ്ദേഹത്തെ പിടിച്ചപ്പോൾ ആമേൻ ശുശ്രൂഷകളിൽ നിന്നും മാറി ഭവനത്തിലേക്ക് ഒതുങ്ങാമെന്ന് പദ്ധതിയോടെ നിൽക്കുന്ന ആ ദൈവപുരുഷനോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചൊരു ദൈവശബ്ദം ഇതാണ്: കർത്താവായ ക്രിസ്തുവിനെ കണ്ടിട്ടല്ലാതെ നീ മരിക്കുകയില്ല. സ്തോത്രം.
ഈ ദൈവശബ്ദം ആ ദൈവ മനുഷ്യനെ പിടിച്ച് ഒന്നുകൂടെ ആത്മാവിൽ ഉലച്ചപ്പോൾ അവൻ ദൂത് കേട്ട മേഖല വിട്ട് ആലയത്തിലേക്ക് ആ ദൈവപുരുഷൻ ഓടുകയാണ്. ഓടാനുള്ള ഒരാവേശം വെളിപ്പെടുത്താനുള്ള ദൈവശബ്ദം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവായ ക്രിസ്തുവിനെ കണ്ടിട്ടല്ലാതെ നീ മരിക്കുകയില്ലെന്നാണ്. ഒന്നാമേ പറയാവോ? സാധാരണ ഒരു ദൈവശബ്ദമല്ല ശിമയോൻ കേട്ടത്. യെരുശലേമിൻ്റെ ആശ്വാസത്തിനായി ആ ദൈവമനുഷ്യൻ ഇരിക്കുമ്പോഴും കേട്ട ദൈവശബ്ദം തൻ്റെ ശരീരങ്ങളെ ഒന്നുകൂടെ ബലപ്പെടുത്തി ആത്മനിയോഗത്തോടെ ദേവാലയത്തിലേക്ക് ഓടിച്ചെന്നപ്പോൾ താൻ കണ്ട കാഴ്ച, ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരെത്തി അവരുടെ കയ്യിൽ ഒരു തലമുറ ഇരിക്കുകയാണ്. ആ തലമുറയെ കരത്തിലേക്ക് മേടിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, സകല ജാതികളും കാണേണ്ട രക്ഷയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. ഇന്ന് രാത്രിയിൽ ഒരു സന്ദേശം ആ ഭാഗത്ത് നിന്ന് ഞാൻ വിളിച്ചു പറയാം. കാതിൽ കേട്ടത് കണ്ണു തുറന്ന് കാണുക മാത്രമല്ല, കണ്ണു തുറന്ന് കണ്ടത് നിന്റെ കൈവെള്ളയിലേക്ക് വരുന്ന കാലഘട്ടത്തിനകത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുകയാണ്. എന്നും കുന്നും അവൻ ദൈവശബ്ദം കേട്ടിട്ട് പോകാനല്ല ദൈവം ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കൊണ്ടുവന്നത്. കേട്ടത് കണ്ണു തുറന്ന് കാണാൻ. ഇയ്യോബ് പറഞ്ഞതുപോലെ, നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, എൻ്റെ കണ്ണാൽ ഞാൻ കാണുകയാണ്. ഈ രാത്രിയിലും ചിലത് കണ്ണു തുറന്ന് കാണത്തക്ക നിലവാരങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉയർത്താൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ഒന്ന് ആമേൻ പറയാവോ? നാളുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത്, നാളുകൾ കൊണ്ട് കേട്ട് 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 മടുത്തത് ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് ഒന്നും കൂടെ തട്ടി ഉണർത്തുന്നു. കുഞ്ഞെ, ഇനി കേൾക്കുക മാത്രമല്ല, നീ അത് കണ്ണു തുറന്ന് കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേ പറയാവോ? നാം വായിച്ച കുറിവാക്യത്തിനകത്തുമുണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആമൻ ഇനി ആ വിടുതൽ കാണാൻ കഴിയുമോ എന്ന് പോലും ചിന്തിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിനകത്തേക്ക് ഇതാ വാതിൽ കേൾക്കുന്ന ഒരു ശബ്ദം കേട്ട് അതിനകത്ത് നിന്നൊരു ബാല്യക്കാരത്തി പെണ്ണ് ഓടി വാതിൽക്കൽ അടുത്ത് ചെല്ലുമ്പോൾ ഇത് അവൾ തിരിച്ചറിയുക, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയം ഇതാ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുകയാണ്. എന്നും കുന്നും പ്രാർത്ഥിച്ച് 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 ഒരു ഭാഗത്ത് ഒതുങ്ങാനല്ല ദൈവം നിന്നെ കണ്ടത്, പ്രാർത്ഥനയുടെ മറുപടികൾ കാണാൻ. പോരാ പോരാ, ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുകയാണ്. നീ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി കാണ, നീ ഉപവസിച്ചതിൻ്റെ മറുപടി കാണ, നീ കൈതട്ടിയ ദൂതിനെ സ്വീകരിച്ചതിൻ്റെ മറുപടി കാണ, നീ ആ കൈ ഉയർത്തി ഒന്ന് ആമേൻ പറഞ്ഞതിൻ്റെ മറുപടി കാണ. ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വചനത്തിലേക്ക് വരാം. ഇതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭ എന്നും എവിടെയും ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭ എവിടെയും ഭയങ്കരമായിരിക്കുന്ന നിലയിൽ ദൈവാത്മാവ് എടുത്ത് ആമ ഉയർത്തുന്ന ഒരു മേഖലയാണ് ദൈവത്തിൻ്റെ സഭ. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, 66 പുസ്തകങ്ങളിൽ മാമൻ വ്യത്യസ്തമായിരിക്കുന്ന 3 പുസ്തകങ്ങൾ ഒരു ബൈൻഡിൽ ചേർത്ത് പഠിച്ചാൽ അതിനകത്തൊരു ആലേഖനമുണ്ട്, ദൈവത്തിൻ്റെ മണവാട്ടി സഭ. 3 ഭാഗമായിട്ട് ബൈബിളിൽ നിന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. 22 22 22 3 22കൾ. 3 22ൻ്റെ പ്രധാനമായ അവസാനിക്കുന്ന 22കൾ ചേർത്ത് വെച്ച് ഒരു പുസ്തകം പഠിച്ചാൽ, 1 ഉത്തമഗീതം, 2 അപ്പോസ്തല പ്രവൃത്തി, 3 യോഹന്നാനുണ്ടായ വെളിപ്പാട് പുസ്തകം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ഒന്നാമത്തെ 22 ഉത്തമഗീതത്തിനകത്ത് സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പാറയുടെ പിളർപ്പിലും കടുംതൂക്കത്തിൻ്റെ മറവിലും ഇരിക്കുന്നതിൻ്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ മണവാട്ടി സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ശ്രീമാനായ തെയോഫിലോസിന് വേണ്ടി ലൂക്കോസ് എന്ന് പറയുന്ന ദൈവപുരുഷൻ താൻ എഴുതിയ 2ാമത്തെ ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ പാറയുടെ പിളർപ്പിലിരുന്ന ദൈവത്തിൻ്റെ മണവാട്ടി സഭ പുറത്തു വരുന്ന ഒരു പുസ്തകമാണ് പ്രവൃത്തികളുടെ പുസ്തകം.
പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളുടെ വൈരികൾ ചുറ്റും നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭ പുറത്തു വരികയാണ്. 12-ാം അധ്യായം തുടക്കത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്, എന്നാൽ സഭ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചില ഹെരോദാവുമാരുണ്ട്. ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ പകൽ ഇടപെട്ട അതേ ദൈവശബ്ദം വീണ്ടും ഈ രാത്രി കയറി വരികയാണ്. എനിക്കും നിനക്കും വിരോധമായി പാളയമിറങ്ങുന്ന അനേകായിരം ശക്തികളിൽ നിന്ന് ആമേൻ ഇന്ന് രാത്രിയിൽ ദൈവം നട്ടതാണെങ്കിൽ, ദൈവം നനച്ചതാണെങ്കിൽ, ദൈവം വളമൊരുക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്താൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമൊന്ന് തട്ടി ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. വളരുക തന്നെ ചെയ്യും, വളരുക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിലും വളർത്താൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. ഒതുങ്ങിക്കൊടുക്കാനല്ല, പ്രായാധിക്യ ക്ഷീണം കൊണ്ട് ഒതുങ്ങാനുമല്ല, ഇന്ന് രാത്രി വളർത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് പ്രായാധിക്യമുള്ള ക്ഷീണമാണെങ്കിൽ ഇനി കയറി വരട്ടെ തലമുറകൾ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ മാറുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അധികം ചെറുപ്പക്കാരൊന്നും ഈ മീറ്റിങ്ങിനകത്തില്ലെങ്കിൽ ഞാൻ ആത്മാവിൽ നിയോഗത്തോടെ പറയുന്നു, വില കൊടുത്തത് കൊണ്ട്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വില കൊടുത്തത് കൊണ്ട് അവൻ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിനകത്ത് വന്നെങ്കിൽ സമപ്രായക്കാരായ പലരും ഈ മണ്ണ് വിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇന്ന് രാത്രി ജീവനോടിരിക്കുന്നത് ചില ദൗത്യങ്ങൾ വീണ്ടും ഉള്ളത് കൊണ്ടാണ്. ആമേൻ പറയാവോ? ചില ദൗത്യങ്ങൾ കൂടെ നമ്മിലൂടെ കർത്താവിന് ചെയ്തെടുക്കാൻ, തമ്പുരാന്റെ തിരുഹിതത്തിനകത്തേക്ക് ഇന്ന് രാത്രി ഒന്നൊന്ന് തിരിഞ്ഞു നോക്കാൻ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണല്ലോ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ചിലതിൻ്റെ മേൽ ഇന്ന് രാത്രി ദൈവം പകരുകയാണ്. 38 വർഷം കൊണ്ട് ബെഥസ്തയുടെ കുളക്കരയ്ക്കകത്ത് പലരുടെയും വിടുതൽ കണ്ട്, പലരുടെയും സൗഖ്യം കണ്ട്, പലരുടെയും ദൈവപ്രവർത്തി കണ്ട്, പലരും എഴുന്നേറ്റ് പോകുന്നത്, പലരും തുള്ളിച്ചാടുന്നത് കണ്ട് 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 38 വർഷം കൊണ്ട് ബെഥസ്തയുടെ കുളക്കരയിൽ ഒരുവൻ കിടക്കുകയാണ്. അതിനകത്തുള്ള ആര് കണ്ടില്ലേൽ അവനെ കാണുന്ന ഒരു ദൈവം ഇറങ്ങി വരികയാണ്. റഗദന ശഗദനയാദന ഇറങ്ങി വന്ന ദൈവം അവനോട് ചോദിച്ചൊരു ചോദ്യമാണ്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോഴും അവൻ്റെ ചിന്ത, എന്നെ സഹായിക്കാൻ ആരുമില്ല, ആരും കാണില്ല, സഹായിക്കാൻ കാണില്ല, കൈപിടിക്കാൻ കാണില്ല, ചേർത്ത് പിടിച്ചു നിർത്താൻ കാണില്ല. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നിന്നെ കാണുന്ന ഒരുവനുണ്ട്. അതുകൊണ്ടാ ഹാഗർ പറഞ്ഞത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? ആമേൻ പറയാവോ? നിന്റെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ, നിന്റെ കൊച്ചു കൊച്ചു നൊമ്പരങ്ങളുടെ നടുവിൽ നിന്നെ കാണുന്ന ഒരു ദൈവം ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതിനകത്തേക്ക് ഓടിക്കേറി ആ ചെയർ ഇരുന്നു കൊണ്ട് നീ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ വാമൊഴികൾ തൊട്ടടുത്തിരിക്കുന്നവരാരും കേട്ടില്ലേൽ ഇന്ന് രാത്രി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുകയാണ്. ഈ പുസ്തകത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. 28 അധ്യായങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പുസ്തകത്തിൽ തിരുഹിതത്താൽ യാചനകളൊന്നും അവിടെ ഇല്ല. മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പനകൾ കൊണ്ട് നിറയപ്പെട്ട ഈ തിരുവെഴുത്തിനകത്ത് 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിയോഗമില്ലാത്ത ഒരു പ്രസംഗത്തിൻ്റെ നടുവിൽ ഒരു വ്യക്തിയുടെ വേർപാടിനെക്കുറിച്ച് പ്രസംഗിച്ച് അതിനകത്ത് 2 പേരെ സെലക്ട് ചെയ്ത് അതിൽ ഒരുവന് ചീട്ട് വീഴുമ്പോൾ 12 ശിഷ്യന്മാരുടെ അംഗത്തിലേക്ക് ഒരുവന് നിയോഗം കിട്ടി പുറപ്പെടുകയാണ്. എന്നാൽ ഞങ്ങളുടെ നടുവിൽ ഒരുത്തൻ ചത്തു എന്നുള്ള ദൈവപുരുഷൻ്റെ പ്രസംഗത്തിൽ 2 പേരെ കിട്ടിയപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത, അവർ കാത്തിരിക്കുന്ന ഇടത്തേക്ക് ദൈവശക്തി ഇറങ്ങി വന്നു. ഇന്ന് രാത്രിയിൽ ഒരു സന്ദേശം സഭയോട് പറയുന്നു, ചില കാത്തിരിപ്പിന് പര്യവസാനം ായെന്ന് ഇന്ന് രാത്രി ദൈവം ഇടപെടുകയാണ്. അവൻ കഴിഞ്ഞ 9 മാസങ്ങൾ നിന്റെ പ്രാർത്ഥനയുടെ മുറികളിൽ നീ കാത്തിരുന്ന് ഏതൊക്കെയോ ചില റിസൾട്ടിന് വേണ്ടി നീ കാത്തിരുന്നെങ്കിൽ ഈ 10-ാമത്തെ മാസത്തിൽ അവൻ ആത്മാവ് സംസാരിക്കുകയാണ്, കാത്തിരിപ്പിന് ചില വിടുതലുകൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്.
യോവേൽ പ്രവചിച്ചതുപോലെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറിമുറിച്ച് എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവേ. നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഇരട്ടിയായി പച്ചപ്പുഴും വിട്ടിലും വെട്ടുക്കിളിയും തുള്ളല് തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് മടക്കി തരാമെന്ന് യോവേലിൽ ദൈവജനത്തോട് ഇടപെട്ടതുപോലെ ആമൻ വീണ്ടും ആ പ്രസംഗത്തിൻ്റെ ഉദ്ധരണി പത്രോസ് പ്രസംഗിച്ച ഒരു ഭാഗമുണ്ടല്ലോ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. ഈ കാലഘട്ടത്തിൽ ദൈവസാന്നിധ്യവും ദൈവശക്തിയും ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാത്തിരിക്കുന്നവരുടെ നടുവിലേക്ക് പറന്നിറങ്ങുന്നൊരു സാന്നിധ്യം, അതിൻ്റെ നടുവിൽ 18 രാജ്യക്കാർ ചേർന്ന് അവരുടെ ഭാഷകളിൽ സംസാരിക്കുന്ന ആ അന്തരീക്ഷം കണ്ട് ദേശം ഞെട്ടുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്ര സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ആരൊക്കെയോ ചേർത്തുകൊണ്ട് ജീവിതത്തിൽ ഇനി ഒരു എഴുന്നേൽപ്പില്ല എന്ന് വിധി പറഞ്ഞ് 40-ലധികം വയസ്സ് ചെന്ന ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരം തൊട്ട് മുടന്തി ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയാ, ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പില്ലെന്ന്, ഇനിയുള്ള ആയുഷ്കാലം മുഴുവനും ഇങ്ങനെ തന്നെ എന്ന് ചിന്തിച്ചിരിക്കുന്ന അവൻ്റെ അടുക്കലേക്ക് ഇതാ കാത്തിരുന്ന് പ്രാപിച്ച ദൈവശക്തിയുമായി ആരാധനാലയത്തിലേക്ക് കയറുന്ന ശിഷ്യന്മാരെ കണ്ടിട്ട് ആ മനുഷ്യൻ പാത്രം വെച്ച് നീട്ടുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേം പറയാവോ? അവര് പറഞ്ഞ ഒറ്റ മറുപടി, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ്റെ വലങ്കരം കൊടുക്കുമ്പോൾ അടുത്തൊരു പദം ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ കാലും നരിയാണി ഉറച്ചു. മിണ്ടുന്നില്ല. ഒറ്റ ഹാൻഡ് ഷേക്കിനകത്ത് ആ ദൈവ മനുഷ്യൻ്റെ കാലും നരിയാണിയും ഉറച്ചത് മാത്രമല്ല, അവൻ കുതിച്ചെഴുന്നേറ്റ് ഇന്ന് രാത്രിയിൽ അഭിഷേകത്തോടെ ഒരു ഷേക്കൻഡിനകത്ത് പോലും ഒരു ദൈവശക്തി ഉണ്ടെന്ന്. ഹൃദയം തകർന്നാണ് ഇതിനകത്തോട്ട് കയറുമ്പോൾ ചിലരുടെ ഒരു ചിരി മതി, അതൊരു വിടുതലായി മാറാം. ചിലരുടെ ഒരു സ്പർശനം മതി, അതൊരു വിടുതലായി മാറാം. ചിലരുടെ ഒരു ഹാൻഡ് ഷേക്ക് മതി എന്ന് അതൊരു വിടുതലായി മാറാൻ. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി നാമേ പറയാവോ? ചിലരുടെ ഒരു സ്പർശനം മതി ഒരു വിടുതൽ നടക്കാൻ. ചിലരുടെ ഒരു ഹാൻഡ് ഷേക്ക് മതി ഒരു വിടുതൽ നടക്കാൻ. ആമേൻ പറയാവോ? ചിലരുടെ എന്തോ ഉണ്ട്, ഒന്ന് സംസാരിച്ചാൽ മതി, ആ സംസാരത്തിനകത്ത് പോലും ചിലരുടെ ഭാരം നീങ്ങുന്നത് ആത്മാവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നാളുകൾ കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ എവിടെയൊക്കെ മൂടൽ മഞ്ഞ് പോലെ മൂടി അടുത്തിരിക്കുന്നവരോട് പോലും ഒരു സ്നേഹാന്വേഷണം ചോദിക്കാൻ കഴിയാതെ പലരുടെയും വീർപ്പുമുട്ടി പലരുടെയും ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ മുഴുവനും ആ കൂടുകൂട്ടി ആയുസറിയാതെ ഈ മണ്ണ് വിട്ടു പോകുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, അല്പമെങ്കിലും ഒന്ന് തട്ടിയിട്ട് ഒരു സ്നേഹാന്വേഷണ, ഒരു ദയ, ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ ഇന്ന് രാത്രി കൃപ നൽകട്ടെ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേ പറയാവോ? ചിലരൊന്ന് ചിരിച്ചാൽ മതി അച്ഛാ, വിടുതൽ ഉറപ്പാ. പക്ഷെ ചിലർ ചിരിക്കില്ല. നിങ്ങളുണ്ടോ ഇവിടെ? ചിലരൊന്നും എന്ത് ചെയ്യില്ല. ഇതുപോലൊരു ഹെഡ് വെയിറ്റ് ഉള്ളൊരു ടീം വേറെ ഉലകത്തിലില്ല. നിങ്ങളുണ്ടെങ്കിൽ നാമേം പറയാവോ? ഈ ഞാനെന്ന ഭാവത്തിലെ ദൈവം അടിച്ചു ഒടിച്ച് കൈ തന്നിട്ടുണ്ട്. നിങ്ങളുണ്ടോ ഇവിടെ? എൻ്റെ അപ്പുറം വേറൊരാൾ ഇല്ല എന്നൊരു ചിന്ത. ഇതൊക്കെ വന്നത് ആർക്കെന്നറിയാമോ? ലൂസിഫറിനാണ് വന്നത്. നിങ്ങളുണ്ടോ? ആ ലൂസിഫർ ഇപ്പോൾ എവിടെ ഏറ്റവും കൂടുതൽ വ്യാപരിക്കുന്ന അറിയാമോ? നിങ്ങൾ ഞാൻ പറഞ്ഞതല്ല, മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ ആ മുഖങ്ങളൊക്കെ പോകുന്ന പോക്കുണ്ടോ? ഈ കാര്യം പറഞ്ഞപ്പോൾ ആ ചിരി അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ചിരിച്ചാൽ മതി അന്തരീക്ഷം മാറാൻ. സയൻസൊക്കെ പഠിപ്പിക്കുന്നത് ചിരിച്ച ആയുസ്. പക്ഷെ ബെന്തിക്കോസർ എന്ത് ചെയ്തില്ല? ചിരിക്കൂല. നിങ്ങളുണ്ടോ? പെന്തക്കോസുകാർ ചിരിക്കില്ല. ഞാൻ രാവിലെ ഒരു വാക്ക് പറഞ്ഞു, എന്നെ പെറ്റിട്ടത് പെന്തിക്കോസിനകത്താണ്. പെന്തിക്കോസുകാരുടെ ഹെഡ് വെയിറ്റ് എല്ലാം കണ്ടാൽ ഞാനും വളർന്നത്. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. അപ്പൻ്റെ മക്കളിൽ മൂത്തയാൾ ഞാനാണ്. എനിക്കൊരു സഹോദരനുണ്ട്. അടി കൊണ്ട് പൊളിഞ്ഞ്
തകർന്ന ഒരു അന്തരീക്ഷത്തിനകത്തു നിന്നും ഒരു ലോഡ് കരിങ്കല്ല് ഇറക്കിയാൽ എൻ്റെ അപ്പൻ 650 രൂപ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ ചർച്ചിലെ ഉപദേശിമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എൻ്റെ വീട് തുറന്നതുകൊണ്ട് ഞാനും എൻ്റെ സഹോദരനും ഉപദേശിയായി. ഞാൻ പറഞ്ഞു വല്ല മനസ്സിലാവുന്നുണ്ടോ? വലിയ സെറ്റപ്പും പേരും പെരുമയൊന്നും കിട്ടിയില്ലേലും വിശ്വസ്തയോടെ ഈ പുസ്തകത്തെ ഉയർത്താൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. മനസ്സ് തുറന്നൊന്നും പറയണ്ട, ഒന്ന് ചിരിച്ചാൽ മതി, അടുത്തിരിക്കുന്നവർക്കൊരു വിടുതലാവും. അതിനൊരു ആമയില്ലല്ലോ ദൈവമേ. ഈ സൈക്കാട്രിസ്റ്റുമാരെ കാണാൻ വേണ്ടിയൊക്കെ ആ മെൻ്റൽ അതൊക്കെ പഠിപ്പിക്കുന്ന അവരോടൊന്ന് ചോദിച്ചു നോക്കണം കേട്ടോ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ മെൻ്റൽ പഠിപ്പിക്കുന്നവർക്ക് പോലും മെൻ്റൽ ഉണ്ടെന്നാ. ആ പേരൂർക്കടയൊക്കെ നിങ്ങൾ ചെന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കണം, ആ പുറത്ത് റോഡ് സൈഡിൽ എത്ര സുന്ദരിമാരെന്ന് അറിയാമോ കിടക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സൊക്കെ താളം തെറ്റേണ്ട സമയങ്ങൾ കഴിഞ്ഞു. ഓ ആമേൻ. റോഡിൽ കൂടെ കണ്ടില്ല ഇങ്ങനെ ചുമ്മാതെ സംസാരിച്ച് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാതിൽ എന്തോ ഒരു സംഭവം ഇരുന്ന് ഒരുങ്ങി ചെത്തി ലെതറിൻ്റെ ബാഗൊക്കെ തൂക്കി, പേര് ISRO ഉദ്യോഗസ്ഥനാണ്, പക്ഷെ സംസാരിച്ചോണ്ടേ പോകൂ, ചിരിച്ച്. ഗവൺമെൻറ് സ്റ്റാഫ് എന്നാ പേര്, മെഡിസിൻ ഫീൽഡ് എന്നാ കേൾക്കുന്നത്. നിങ്ങളുണ്ടോ ഇവിടെ? എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറം സൈഡിൽ ഇരിക്കുന്ന പുള്ളിക്കാരത്തെ സന്തോഷിപ്പിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മറുപടി, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മറുപടി. ഈ രണ്ട് മറുപടികൾക്കകത്തും അവർ ചിരിച്ച് ആനന്ദിച്ചു. ദൈവകൃപയുള്ളവരോട് ഞാൻ പറയുക, ദൈവകൃപയുള്ളവരോട് ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി, വിടുതൽ ഉറപ്പാ. ഇത്രയും പറഞ്ഞിട്ടും ചിരിക്കാൻ വയ്യെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ബാക്കി നാളെ വരുന്ന പാസ്റ്റർ പറയും. ഈ മൊബൈൽ ഫോണിൽ പാസ്റ്റർ കെ എബ്രഹാം പറഞ്ഞൊരു ഭാഗം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് പറഞ്ഞു. ഈ മൊബൈൽ ഫോണിൽ കർത്താവിൻ്റെ ദാസൻ ജോബിച്ച എന്നെ വിളിക്കുന്നെങ്കിൽ ഞാൻ മറ്റൊരു കോളിലാണെങ്കിൽ എന്തോ അദ്ദേഹത്തോട് കമ്പ്യൂട്ടർ എന്തോ പറയും, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ ബിസി എന്ന് പറയും. ഈ ബിസി കൂടുമ്പോൾ ആവർത്തിച്ചാണ് ജോബിച്ചാൻ വിളിക്കുന്നതെങ്കിൽ ഞാൻ പരിധിക്ക് പുറത്ത്. ഈ ആവർത്തിച്ച് വിളിച്ച് പരിധിക്ക് പുറത്തു പോകുന്ന മൊബൈൽ വീണ്ടും പാസ്റ്റർ വിളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പറയുന്ന മൂന്നാമത്തെ ഒരു വാക്കുണ്ട്, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ സ്വിച്ച് ഓഫ്. പെന്തിക്കോസിനകത്ത് ഈ 3 കൂട്ടരുണ്ട്. ബിസി കൂടിയവരുണ്ട്, പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞ പരിധിക്ക് പുറത്തു പോയവരുണ്ട്, സ്വിച്ച് ഓഫ് ആയിരിക്കുന്നവരുണ്ട്. സ്വിച്ച് ഓഫ് ആയിരിക്കുന്നവരുടെ പ്രത്യേകത അവർ ഹല്ലേലി ഒന്നും പറയൂല. അവരിങ്ങനെ വന്നിരുന്ന് ക്ലീൻ എല്ലാ സെറ്റപ്പിൽ. കാര്യം അവരുടെ വസ്ത്രം ഒന്നും ഉടയാൻ പാടില്ല, കാരണം ആ ചെയറിൽ നിന്ന് അവർ കൈയെടുക്കില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞ കൈ ഒന്ന് ഉയർത്തിയ ബ്രദറെ, നാക്കൊന്ന് നീട്ടിക്കുക ബ്രദറെ, വായൊന്ന് തുറന്നാട്ടെ. നിങ്ങളുണ്ടോ ഇവിടെ? പിടിക്കുന്നില്ല അല്ലേ? ഒരു 10-15 മിനിറ്റ് കൂടെ. സ്തോത്രം. എത്രത്തോളം വാ തുറന്ന് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ, എത്രത്തോളം ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റുമോ, എത്രത്തോളം ആത്മാക്കളുമായി ഇടപെടാൻ പറ്റുമോ, എത്രത്തോളം പരിശുദ്ധാത്മാവ് ചേർന്ന് നിൽക്കാൻ പറ്റുമോ, അത്രത്തോളം പ്രതികൂലത്തിന്റെ വൈരികൾ വലുതാണെങ്കിൽ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, മെഡിക്കൽ സയൻസിനകത്ത് MRI ഉണ്ട്, CT സ്കാനും ഉണ്ട്. ഈ 2 സ്കാനറിൻ്റെ പ്രത്യേകത ഒടിവും ചതവും മുഴയും. ആ സ്കാനിങ്ങിനകത്ത് ചിലതൊക്കെ തെളിയും, ചിലതൊക്കെ തെളിയില്ല. എങ്കിൽ MRI CT സ്കാനും നമ്മുടെ അകത്തൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്.
പക്ഷെ മനസ്സിനെ സ്കാൻ ചെയ്യാൻ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്കാനറും ഇല്ല. ഉലകത്തിലെ ദൈവമല്ലാതെ നിന്റെ മനസ്സിനകത്തുള്ള മുറിവിനെ സ്കാൻ ചെയ്യാ. നിന്റെ മുഖം ചിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്തുള്ള തകർച്ച കാണുന്ന ഒരുവനുണ്ട്. അവൻ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി പ്രാപിച്ച ഒരു ദൈവപുരുഷനെ കാണാൻ കഴിയും. നിന്റെ ദേശത്തിൽ നിന്നും പിതൃഭവനത്തെയും ചാർച്ചക്കാരൻ വിട്ടിറങ്ങ്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ ഒന്ന് പുറപ്പെട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുക, നിന്റെ പേര് വലുതാക്കുക. ആമേൻ, സ്തോത്ര. നീ മുഖാന്തരം സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടുക എന്നൊക്കെയുള്ള 7-ലധികം ദൈവശബ്ദങ്ങൾ കേട്ടിട്ട് ഒരു ശബ്ദവും കൂടെ പറഞ്ഞ മനുഷ്യനെ വിട്ട്, ഞാൻ നിനക്കൊരു തലമുറയെ തരും. വാഗ്ദത്തത്തിൽ വിശ്വസിച്ച അബ്രഹാം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പുറപ്പെട്ടു. എന്നാൽ പുസ്തകം മറിച്ചു നോക്കുമ്പോൾ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലെ സന്ധ്യസംഭാഷണത്തിൽ 16-ാം അധ്യായത്തിൽ 16 വാക്യങ്ങളിൽ 1 മുതൽ 6 വരെയുള്ള വാക്യത്തിന് അകത്ത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒന്നാമത്തെ കാര്യം, മാനുഷിക ബുദ്ധി ദൈവാലോചനയെ തടയുകയാണ്. 2, ദൈവമില്ലാത്ത ദൈവ സാന്നിധ്യം തൊട്ടുതീടാത്ത ചിലരുടെ വാക്കുകൾ വാഗ്ദത്തം കേട്ടവൻ മറക്കുകയാണ്. 3, സ്വന്തം തെറ്റിനെ മറ്റുള്ളവരുടെ നടുവിലേക്ക് പഴിചാരുന്ന ഒരനുഭവം. 4-ാമത്തെ സന്ദേശം അതിനകത്ത് എനിക്ക് ദൈവം നൽകിയത്, സ്വന്തമായ കർത്തൃത്വത്തിൽ തെറ്റ് തിരുത്താനുള്ള അധികാരമുണ്ടായിട്ട് അതിനകത്ത് നിന്നും അബ്രഹാം തെന്നി മാറുന്ന ഒരനുഭവം ആ ഭാഗത്ത് കാണുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവിൽ അതിനകത്ത് നിന്നൊരു ശബ്ദം സഭയോട് പറയുന്നു, മാനുഷിക ബുദ്ധി കൊണ്ട് ദൈവാലോചനകളെ നിരോധിക്കരുത്, ദൈവാലോചനയെ ഒതുക്കിക്കൊടുക്കരുത്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാ പറയുന്നു, അവൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറയാവോ? കഴിഞ്ഞ പകൽ തൊടേണ്ടതായിരുന്നു, എന്നാൽ എൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഇങ്ങനെ എൻ്റെ അകത്ത് പറയുന്നു, രാജസ്ത്രീ ഫെലിസ്തീന് പകരം ഫെസ്തോസ് രാജഭരണം ഏറ്റെടുത്ത് ഇത് ആമൻ പൗലോസ് ഉൾപ്പെടെ നാട് കടത്താൻ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അന്യായമായത് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പൗലോസ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പൗലോസിൻ്റെ ഉള്ളറകൾക്കകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ റോമിലെത്തിയിരിക്കുക. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് സംസാരിക്കുക. നിന്നോട് ദൂത് പറഞ്ഞത് കർത്താവാണെങ്കിൽ, നിന്നോട് ദൈവശബ്ദം പറഞ്ഞത് ദൈവമാണെങ്കിൽ, ഏത് പ്രതികൂലത്തിന്റെ തീച്ചൂളയ്ക്കകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറ. ആരോടൊക്കെ ഇന്ന് രാത്രി വീണ്ടും ഉറപ്പിക്കുക, ദൈവശബ്ദത്തിന്റെ മഹത്വം, ദൈവശബ്ദത്തിന്റെ വിടുതല് ഇന്ന് രാത്രി നിന്റെ മേലെ ചലിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീട്ടിൻ്റെ പേര് ഒലുപ്പ് നട എന്നാണ്. ഒരു മനുഷ്യന് മാത്രം നടന്ന് നീങ്ങാൻ പറ്റുന്ന ഒറ്റ വഴി. ആ മനുഷ്യൻ്റെ ചിന്തയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് മാറിയാൽ ഒന്നിനകത്ത് ഓടയ്ക്കകത്ത് വീഴും. ഇട സൈഡ് ഓട, വല സൈഡ് ഓട, ഇങ്ങനെ കിടക്കുന്ന ഒരൊറ്റ വഴിയിൽ ഒരു പാസ്റ്റർ വന്ന് എൻ്റെ വീട്ടിനകത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിന്നെ അറിയപ്പെടുന്നൊരു ശുശ്രൂഷകനാക്ക്. പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെ പറയാ, ആ അഭിഷിക്തം പറഞ്ഞൊരു വാക്കാണ്, നിന്റെ വീടിൻ്റെ വഴി ഈ അവസ്ഥയിൽ നിന്ന് കാറ് നിന്റെ വീട്ടിൻ്റെ മുറ്റത്ത് വരത്തക്ക നിലയിൽ ഞാൻ ഈ അന്തരീക്ഷത്തെ മാറ്റിയത്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ എന്നോട് പറഞ്ഞ ദൂത്, കാലഘട്ടങ്ങൾ കഴിഞ്ഞ് സ്തോത്രം 17-ാമത്തെ വയസ്സിലേക്ക് ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ വഴി ദൈവം വെട്ടാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, എൻ്റെ ചർച്ചിൽ വരുന്ന വഴി ഇപ്പോൾ കാറ് വരത്തക്കവണ്ണം ദൈവം അങ്ങനെ ആക്കിയെങ്കിൽ, കേരളക്കരയിൽ പ്രവചിച്ച ഒരു വാര്യാപുരം യോനാച്ചാൻ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഇന്ന് രാത്രി അദ്ദേഹം പറഞ്ഞ ചില പ്രവചന ശബ്ദങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവശബ്ദങ്ങൾക്ക് മാറ്റമില്ല. ഇന്ന് രാത്രി സഭയോട് വീണ്ടും 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 ദൈവം പറയുക, ദൈവശബ്ദങ്ങൾക്ക് മാറ്റമില്ല. കരമൊന്ന് ഉയർത്തി, തലയ്ക്ക് മീതെ കരമൊന്ന് ഉയർത്തി പിടിച്ച്
ചുറ്റും ജനം വന്നിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനാ. ആരൊക്കെ മനസ്സ് വെച്ചാലും ആരൊക്കെ വരാൻ ആഗ്രഹിച്ചിട്ടും ഈ രാത്രിയുടെ കൂട്ടായ്മയ്ക്കകത്ത് വരാൻ കഴിയാതിരിക്കുമ്പോൾ, വരാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഇന്ന് രാത്രി ഈ പെട്ടകത്തിനകത്തേക്ക് ഓടിക്കേറിയവരോട് കർത്താവ് സംസാരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി കിട്ടി ഇതിനകത്ത് ഇന്ന് എഴുന്നേൽക്കാൻ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിരുന്നവൻ അവൻ ആലയത്തിൽ കയറുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത, പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് ദേശം കുലുങ്ങി. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ചർച്ചിൽ 278-ാമത്തെ പ്രാർത്ഥന നടക്കുക. ഇന്നത്തെ രാത്രിയിൽ 278-ാമത്തെ പ്രാർത്ഥന. ജനുവരി 5 തൊട്ട് തുടങ്ങിയ പ്രാർത്ഥന. പാസ്റ്ററെ, ഞാൻ ഈ പ്രാർത്ഥന വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ചർച്ചിൽ ഭയങ്കര പ്രതിസന്ധികളായിരുന്നു പുറത്തു നിന്ന്. പക്ഷേ ഈ പ്രാർത്ഥന വെച്ച സമയം മുതൽ അകത്തു നിന്നുള്ള ഫൈറ്റിങ് എന്താണെന്ന് ഞാൻ കാണാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥന ഒരു സൈഡിൽ കൂടെ ശക്തിപ്പെടുമ്പോൾ ചില ആൻറ്റി പ്രാർത്ഥിച്ചതുപോലെ ചില കല്ലും മുള്ളും പറക്കാരൊക്കെ ഒന്ന് തിരിച്ച് ദൈവം ഉടച്ച് ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ബലപ്പെടുത്താൻ ഈ 3 days മീറ്റിംഗ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഒന്നുകൂടെ ബലവും ഒന്നും കൂടെ കരുത്തൊന്നു പകരാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് ദേശം കുലുങ്ങി. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ 4-ാം അധ്യായം പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് ദേശം കുലുങ്ങിയെങ്കിൽ 5-ാം അധ്യായം വായിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് സഭ ഭയപ്പെടാൻ തുടങ്ങി. സഭയ്ക്കകത്ത് പ്രതിസന്ധി ഉണ്ടായി. അനന്യാസും സഫീറയും, ആ വിഷയം ഞാൻ തൊടുന്നില്ല. എന്നാൽ 6, 7, 8 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് ആലയത്തിനകത്ത് ശുശ്രൂഷിക്കാൻ, മേശയുടെ മേൽ ശുശ്രൂഷിക്കാൻ ചിലരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ചിലർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപ അങ്ങനത്തെ കൃപയാ, മേശയുടെ മേൽ ശുശ്രൂഷിക്കാൻ. ഒന്നാമേം പറയാവോ? കർത്താവ് കാണിച്ചേച്ചും വെച്ചു പോയ മാതൃക അതാണല്ലോ. ഒന്നാമേം പറയാവോ? 3 ദിവസം മലമുകളിൽ പ്രസംഗിച്ചു. ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് തമ്പുരാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ശുശ്രൂഷ തുടങ്ങിയ സമയത്തെ കാനായിലെ വീടിൻ്റെ അന്തരീക്ഷം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഉയർത്തെഴുന്നേറ്റ ശേഷവും ശിഷ്യന്മാർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട കർത്താവിൻ്റെ അത്ഭുതങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം പഠിക്കുമ്പോൾ അതിനകത്തും ഇല്ലേ? ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, ദൈവം ചെയ്തിരിക്കുന്ന ചില ശുശ്രൂഷകൾ ചെയ്യാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയിട്ടുണ്ട്. ആമേൻ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേം പറയാമോ? വേല കഴിഞ്ഞ് കടലിൽ നിന്നും വലയും മീനുമായിട്ട് കയറുന്നവർക്ക് വേണ്ടി ദൈവം ആഹാരം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന്. ഇന്ന് രാത്രിയിലും അഭിഷേകത്തോടെ മേശയുടെ മേൽ ശുശ്രൂഷിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതിനകത്ത് ഇന്ന് 2 പേര് പുറത്തു വന്നു, ഫിലിപ്പോസും ഒരുവൻ സ്തേഫാനോസും. ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷകൾ ഭയങ്കര ശക്തമായി പട്ടണത്തിനകത്ത് ചലിക്കുകയാണ്. എന്നാൽ സ്തേഫാനോസിൻ്റെ ശുശ്രൂഷകളിൽ ജനത്തിൻ്റെ ഹൃദയത്തിനും കാതിനും പരിച്ഛേദനയേറ്റ് അവൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളറകൾക്കകത്ത് ഏറെ സമ്മാനങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷെ ജനം കല്ലെടുത്ത് അവനെ എറിയാൻ തുടങ്ങി. അവൻ കണ്ട ഒരു കാഴ്ച, ഈ എറിയുടെ ആഘാതത്തിൽ ഉയരത്തിലേക്ക് കണ്ണു പതിച്ചപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന പുത്രനെ അല്ല കണ്ടത്, എഴുന്നേറ്റ് നിൽക്കുന്ന പുത്രനെ സ്തേഫാനോസ് കാണാൻ തയ്യാറാക്കി. ഒരു കാര്യം വാസ്തവം, പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ, ഉപവസിക്കുന്ന ദൈവപൈതൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു വേദന ഏറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ പിതാവ്, അവൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു, അവൻ ഇരിക്കുകയല്ല, അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുകയാ, നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം. ചില സമയങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ ഇടപെടുമ്പോൾ നേരത്തെ കൂട്ടി പറഞ്ഞതാണോ എന്ന് പോലും ചോദിച്ചു പോകത്തക്ക നിലവാരത്തിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനുള്ള പദ്ധതി ചെറുതല്ല കേട്ടോ. ആത്മാവിന്ന് രാത്രി പറയുന്നു, എനിക്ക് നിനക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. ആരോടൊക്കെ ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുക, നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കാൻ പോകയാ.
നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കാൻ പോയ ആമേൻ. പലപ്പോഴും സംസാരിച്ചാൽ പ്രതിസന്ധികളാകുമെന്ന് ഞാനും നിങ്ങളും ചിന്തിച്ച് മൗനം പൂട്ടിയിരുന്നില്ലേ? പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കാൻ, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ പോകയാ, നിനക്ക് വേണ്ടി ഞാനൊന്ന് ഇടപെടാൻ പോകയാണ്. ആമേൻ. ഫിലിപ്പോസ് ശമരിയ മുഴുവനും ഇളക്കി. അസാധാരണമായ ദൈവപ്രവർത്തികൾ ചലിപ്പിച്ച ദൈവപുരുഷൻ കൈസരിലെത്തി. എന്നാൽ 9-ാം അധ്യായം ശൗലിൻ്റെ മാനസാന്തരം നടക്കുക. നിങ്ങൾ 10-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കമ്പിവാചകം പോലെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. 10-ാം അധ്യായത്തിൽ ഇറ്റാലിയിലെ കൈസരിയിൽ കൊർന്നല്യോസ് എന്ന് പറയുന്നൊരു പട്ടാളക്കാരനെ കുറിച്ച് പരിശുദ്ധാത്മാവ് അവിടെ പരിചയപ്പെടുത്തുക. സമരിയ പട്ടണത്തെ ഇളക്കി മറിച്ച് ഫിലിപ്പോസ് കൈസരയിലുണ്ടെന്ന് കൊർന്നല്യോസിന് അറിവ് കിട്ടിയിട്ടും കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പെട്ട ദൈവശബ്ദം, ആമെ തോൽക്കൊല്ലനായിരിക്കുന്ന ശിമയോൻ്റെ വീട്ടിൽ പത്രോസ് ഇരിപ്പുണ്ട്, നീ അവനെ വിളിച്ച് വചനം കേൾക്കണം. ദൈവശബ്ദങ്ങൾക്ക് വേണ്ടി വിധേയപ്പെടുന്ന കൊർന്നല്യോസ് എന്ന് പറയുന്ന പ്രാർത്ഥനക്കാരൻ ശമരിയ ഇളക്കി മറിച്ച ഫിലിപ്പോസിനെ അല്ല വിളിച്ചത്, അവൻ പത്രോസിനെ വിളിച്ച് ദൈവവചനം കേൾക്കാൻ തയ്യാറായി. ഇന്ന് രാത്രിയിലും ആരെ വിളിക്കണമെന്ന്, ആരെ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവാലോചന ചോദിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ദൈവസഭ വന്നിരിക്കുകയാണ്. ദൈവമക്കളുടെ അറിവിനായിട്ട് ഞാനൊരു കാര്യം കൂടെ വിളിച്ചു പറയാം. വേദപുസ്തകത്തിനകത്ത് ആമെ സഭയെ ഉദ്ധരിക്കുന്ന ഒരു പക്ഷിയാണ് പ്രാവ്. എന്നാൽ സഭയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലങ്കാരിക പദങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. ഒന്ന് മുന്തിരിത്തോട്ട്, മറ്റൊന്ന് വയലെന്നാണ്. ആമേൻ. മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ടെങ്കിൽ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ ആഹാബിൻ്റെ ശക്തികൾ ശ്രമിച്ചു. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ഞാൻ കയറി പറയാം. നീ വില കൊടുത്തത്, നീ അധ്വാനിച്ചത്, നീ ശുശ്രൂഷിച്ചത്, നീ പ്രാർത്ഥിച്ച നിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ ശ്രമിക്കുന്ന ചില ആഹാബിയ ശക്തികളുണ്ട്. ഇന്ന് രാത്രി നാബോത്തിനെ പോലെ വിളിച്ചു പറയാൻ എത്ര പേർക്ക് കഴിയുക? ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം വിട്ടുതരികയില്ല എന്ന് അഭിഷേകത്തോടെ പറയാ. ഇന്ന് രാത്രി എത്ര പേരുണ്ട് വില കൊടുത്ത് പ്രാപിച്ച് പ്രാർത്ഥിച്ചു കിട്ടിയതൊന്ന് പിശാചിന്റെ വഴിയിലേക്ക് വിട്ടുകൊടുക്കാതെ ഇന്ന് രാത്രി അതിനെ പിടിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. മുന്തിരിത്തോട്ടത്തെ ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ആമേൻ. നീ പ്രാർത്ഥിച്ചു ഒരുക്കിയ കളങ്ങളെ, നീ പ്രാർത്ഥിച്ചു നേടിയ വിടുതലുകളെ ചീരത്തോട്ടമാക്കാൻ ശ്രമിക്കുന്ന ചില അജണ്ടകളെ ഇന്ന് രാത്രി ദൈവം പൊട്ടിക്കാൻ പോവുകയാ. ഓ റിബിനി ശകര ദഗനഘടകസിയ അർത്തുരജലഘട ഘടകശന്തരാധന തീർന്നില്ല. ആമൻ. ശിംശോൻ ആമൻ അദ്ദേഹത്തിൻ്റെ ഭാവിയുമായി ബന്ധത്തിൽ തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആമൻ നിയോഗത്തോടു കൂടെ സഞ്ചരിക്കുന്ന മുന്തിരിത്തോട്ടം വഴി സഞ്ചരിച്ചപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ മേൽ ചാടി വീണെന്ന്. ഇന്ന് രാത്രി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളറകൾക്കകത്ത് പതിയിരിക്കുന്ന ചില ബാലസിംഹങ്ങളുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. ഇന്ന് രാത്രി ചിലതിനെ കീറാനുള്ള അഭിഷേകം ഇന്ന് രാത്രി നമ്മുടെ മേല് ദൈവം കൈമാറുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറയാവോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ തട്ടി ഒന്ന് ദൈവത്തിന് നന്ദി പറയാ. നിന്റെ കൂടാരത്തിന്റെ ഉള്ളറകൾക്കകത്ത് ആത്മീയ ഭോജനം ഭുജിച്ച നിന്റെ കൂടാരത്തിന്റെ ഉള്ളറകൾക്കകത്ത് നീ പോലും അറിയാതെ നിന്റെ മേൽ ചാടി വീഴുന്ന ചില ബാലസിംഹങ്ങളെ കീറാ. ദൈവമക്കൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാപിച്ചെടുത്തിരിക്കുന്ന ദൈവകൃപയുടെ മഹത്വത്തെ ആത്മാവിൽ അനുഭവിക്കാൻ കഴിയാതെ ഇന്ന് ഏറ്റവും കൂടുതൽ പിശാച് കയ്യിലെടുക്കുന്നത് ഭവനത്തിനകത്ത് നിന്നും ചിലതിനെയാ. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് അങ്ങനെ പറയുന്നു. നീ ഒരുക്കിയ മുന്തിരിത്തോട്ടത്തെ, ആ മുന്തിരിത്തോട്ടത്തിനകത്ത് നീ പ്രാർത്ഥിച്ച് കയറി വരാൻ കഴിയാതെ നിന്റെ മീതെ ചാടി വീഴുന്ന ചില ബാലസിംഹങ്ങൾക്കെതിരെ ആത്മാവിൽ പടപൊരുതാനുള്ള ഒരു ദൈവകൃപ ഇന്ന് പകലിൽ ദൈവം ഞങ്ങളുടെ മേല് ഇന്ന് രാത്രി പകരുകയാണ്. കർത്താവ്
ഓ മിണ്ടുന്നില്ല. അടകജല ശകരഗതനകാരക ഉടബദനകടകസി. ദൈവകൃപയുള്ളവളുടെ മേല്, ദൈവകൃപയുള്ളവന്റെ മേല് ചാടി വീഴുന്ന ചില ബാലസിംഹത്തെ കീറ ശിംശോന്റെ മേൽ പകർന്ന് ഒരു ദൈവകൃപ ഇന്ന് രാത്രി പകരട്ടെ. നിന്റെ പ്രാർത്ഥനയെ അസ്വസ്ഥപ്പെടുത്ത, നിന്റെ കൃപാവരത്തെ ക്ഷീണിപ്പിക്ക, നിന്റെ ശുശ്രൂഷയെ അവസാനിപ്പിക്ക, നിന്റെ സന്ധ്യാപ്രാർത്ഥനകളെ ക്ഷീണിപ്പിക്കാൻ കയറി വരുന്ന നീ വില കൊടുത്തു പഠിച്ചതിനകത്ത് മാന്യതയുള്ള ഒരു നന്മ വെളിപ്പെടാൻ കഴിയാതെ ചാടി വീഴുന്ന ചില ബാലസിംഹങ്ങൾക്കെതിരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ സഭയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ പതിയിരിക്കുന്ന ചില ബാലസിംഹങ്ങളുണ്ടെന്ന് ആ വാക്ക് നിങ്ങൾ ദൈവസഭ ശ്രദ്ധിച്ചില്ല. ഇന്ന് രാത്രി ദൈവകൃപയുള്ള ആത്മാവിൽ ആരാധിക്കുന്നവൻ്റെ മേൽ, ആത്മാവിൽ സ്തുതിക്കുന്നവരുടെ മേൽ ചാടി വീഴാൻ പതിയിരിക്കുന്ന ചില ബാലസിംഹങ്ങൾക്കെതിരെ പോരാടാ. ഈ രണ്ടാമത്തെ രാത്രിയിൽ ദൈവം ഒരു കൃപ ഇതിനകത്ത് പകരുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു നിർത്തി പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 10-ാം അധ്യായം കൊർന്നല്യോസിൻ്റെ മാനസാന്തരം. 11-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത ഈ കഴിഞ്ഞ അധ്യായത്തിൻ്റെ പിന്തുടർച്ച. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിച്ചത് സഭ ഭയങ്കരമായിട്ട് വളരുകയാണ്. എന്നാൽ ആ സഭയിൽ ചിലതിനെ പീഡിപ്പിക്കുവാൻ അവൻ കൈനീട്ടി. എന്നാൽ യോഹന്നാൻ്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു എന്ന് യഹൂദന്മാർ കേട്ടപ്പോൾ അവർക്ക് പ്രസാദം തോന്നിയെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത്. ദൈവമക്കളുടെ തകർച്ച കാണുമ്പോൾ, ദൈവമക്കളുടെ കണ്ണുനീര് വീഴുമ്പോൾ ജാതികളല്ല കൂടുതൽ സന്തോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന പലതിലും അതൊരു സന്തോഷമായി മാറുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, സ്തോത്രം. ആടി ഉലയുന്ന പടകിനകത്ത് പൗലോസ് രണ്ടാമത് ജനത്തോട് പ്രബോധിപ്പിച്ച ഒറ്റ ഒരു കാര്യമുള്ളൂ, അവരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിർത്താൻ ഈ ദൈവപുരുഷന് സഹായിച്ചു. എന്തു വന്നാലും ഏതു വന്നാലും ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറായാൽ ചില അത്ഭുതങ്ങൾ പട്ടണത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറയാമോ? കൂട്ട വിടുതലുകൾ നടക്കുമെന്ന് കഴിഞ്ഞ പകലിൽ ഈ രാത്രിയിൽ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരു ചില രോഗസൗഖ്യമല്ല നടക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ആമേൻ പറ. ആത്മാക്കളുടെ വലിയൊരു കൂട്ട, ആത്മാക്കളുടെ വലിയൊരു കൂട്ട ഈ ബെന്തക്കോസ് ദൈവസഭ കാണുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. ഒരു കൂട്ട വിടുതല്. അടകജല ശതരകടകസി ആധുനി വൈഡപ്രബോധന ശബ്ദരാധന. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 9-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 31-ാമത്തെ വാക്യം കണ്ടോ? അങ്ങനെ യഹൂദിയ, ഗലീല, ശമരി എന്നീ ദേശങ്ങളൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താ? ഗലീലയിലും ശമരിയയിലും യഹൂദിയയിലും ഇന്നലകളുടെ സഭയ്ക്ക് സമാധാനമില്ലായിരുന്നു. എന്നാൽ ആ പട്ടണങ്ങൾക്ക് സഭകളിൽ സമാധാനമുണ്ടായി. സമാധാനമുണ്ടായത് മാത്രമല്ല, അവർ ആത്മീയ വർധനവ് പ്രാപിച്ച് കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിൽ നടന്നു. മാത്രമല്ല, അടുത്ത വാക്യം ഇങ്ങനെ പറഞ്ഞു, അത് പെരുകിക്കൊണ്ടിരുന്നു. കേട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം, ദൈവത്തോട് കർത്താവിനോടുള്ള ഭക്തി, ആത്മീയ വർധനവ്, സമാധാനമുള്ള സഭ. അതിനകത്ത് അവർ കുറഞ്ഞു എന്നല്ല വാക്ക്, അവർ പെരുകിക്കൊണ്ടിരുന്നു. PMG ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയാം, 3 കവാടങ്ങളാണ് ഈ സഭയ്ക്കകത്തുള്ള ഡോമൺ കയറി വരാനുള്ള വാതിലുകൾ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഓരോന്നോരോന്ന് വരാനല്ല, കൂട്ട വ്യക്തികൾ ഈ ഡോറിലൂടെ കയറി വരത്തക്കവണ്ണ്, ഇരിക്കാൻ പോലും സ്ഥലം കിട്ടാത്തവണ്ണ് ഇന്ന് രാത്രിയിൽ പെരുകുമെന്ന് തിരുവെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്നൊന്ന് കരമുയർത്തി ഒന്ന് ആമേൻ പറയാൻ എത്ര പേരുണ്ട്? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ആത്മാക്കളുടെ വിടുതലല്ലേ? ഈ പട്ടണത്തിൻ്റെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറോട്ട് ആത്മനിയോഗത്തോടെ കരമുയർത്തിപ്പിടിച്ചൊന്ന് കൽപ്പിച്ചാൽ ചിലതൊക്കെ നമ്മൾ അറിയാതെ ചിലതൊക്കെ വന്നു ചേരും.
വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേം പറയാവോ? ദൈവസന്നിധിയിൽ കൈ ഉയർത്തിയിട്ടുള്ളവരെ കയ്യെ അവൻ ലജ്ജിപ്പിച്ചിട്ടില്ല. ഇസഹാക്കിൻ്റെ നെഞ്ചു പുലർക്കാൻ അബ്രഹാം കത്തി ഉയർത്തിയത് സ്വർഗത്തിലോട്ട് കത്തി ഉയർത്തിയവൻ്റെ കയ്യെ കൈവിടാതെ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. ഇന്ന് രാത്രി ഉയർത്തിയത് സ്വർഗത്തിലേക്കാണെങ്കിൽ നിന്റെ കരത്തിനൊരു വിടുതൽ കർത്താവ് ചെയ്യോ. തീർന്നില്ല. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസിനെ പിടിച്ചു. ഒരു വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്താൻ ഭാവിച്ച് അവനെ വകവരുത്തി കളയാൻ 4 പേർ ചേർന്നുള്ള 4 ഗ്രൂപ്പുകളെ നിർത്തി. പക്ഷേ 5-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ആമേൻ ശ്രദ്ധയോടെ അവന് വേണ്ടി എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആമേൻ. സഭ ഒന്നിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയത്തിനകത്തെല്ലാം നാളിന്ന് വരെ മറുപടി കണ്ട ദൈവസഭയോട് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇന്ന് രാത്രി വീണ്ടും ആ വാക്ക് ഉണർത്തുന്നത് കൊണ്ട് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിക്കുന്ന ചില വിഷയത്തിനകത്ത് ചില മറുപടികൾ കർത്താവ് ചെയ്തിരിക്കും. പ്രാർത്ഥനയെക്കുറിച്ച് വേദപുസ്തകത്തിൽ വിളിച്ചു പറയുന്ന ചില വാക്കുകളുണ്ട്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. ആമേ സ്തോത്ര. ആമേ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലവുകളിൽ ക്രിസ്തയേശുവിങ്കൽ കാക്കപ്പെടും. സ്തോത്ര. പൗലോസ് ആ പ്രസ്താവന പറയുന്നത് ഇങ്ങനെയാണ്, എപ്പോഴും പ്രാർത്ഥിപ്പീൻ. ആമേൻ. യേശു കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞൊരു വാക്കാണ്, മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പീൻ. സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്, കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. എന്നാൽ പ്രാർത്ഥന ഇല്ലാത്തൊരു ക്രിസ്തീയ ജീവിതം ഇല്ല എന്ന് തിരുവെഴുത്തിനകത്ത് വിളിച്ചു പറയുമ്പോൾ ഇതാ പട്ടാളക്കാര് ചേകവർ പിടിച്ചു വെച്ച് അടുത്ത ദിവസം പത്രോസിനെ തീർത്ത് കളയാൻ പദ്ധതികളുമായിരിക്കുന്ന ഒരു കൂട്ട കാബാലിക ശക്തികൾ പുറംപറമ്പിൽ നിൽക്കുമ്പോൾ ഒരു റൂമിനകത്ത് അടഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥന കഴിക്കുന്ന ഒരു സഭ. ആ പ്രാർത്ഥനയിൽ മറുപടി സ്വർഗം തുറന്നിറങ്ങി. സെക്കരിയാവെന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട പുരോഹിതൻ ആലയത്തിനകത്ത് നറുക്ക് വീണപ്പോൾ ധൂപക്കുറ്റിയും കൊണ്ട് ആലയത്തിനകത്തേക്ക് കയറിയപ്പോൾ പുറത്ത് നിൽക്കുന്ന ജനം മുഴുവനും ഒരുപക്ഷെ പറഞ്ഞു കാണും, ഇത് ലാസ്റ്റ് ഫൈനൽ, ഇനി ഒരു ശുശ്രൂഷ ഇനി ജീവിതത്തിനകത്ത് കാണില്ല. പ്രായാധിക്യമുള്ള ദൈവമനുഷ്യനാ. എന്നാൽ ആ ധൂപക്കുറ്റിയും കൊണ്ട് അകത്തോട്ട് കയറി ധൂപക്കുറ്റി വീശി തുടങ്ങി. പുകമേ പോട്ടുയർന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചൊരു നിർവചനം പറയുന്നുണ്ട്. ധൂപവർക്കത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ സ്വർഗത്തിൽ കയറി. ദൂതൻ ധൂപകലശം തുറന്ന് കനൽ നിറച്ച തീയെടുത്ത് അവൻ ഭൂമിയിലേക്ക് എറിഞ്ഞു എന്ന്. സെക്കരിയാവിൻ്റെ ധൂപക്കുറ്റിയിൽ നിന്ന് ആമൻ പുക മേപ്പോട്ടുയർന്നപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങുമെന്ന് പറഞ്ഞൊരു വാക്കാണ്, സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയാ, സഭ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് ഇത് മറുപടിയായെന്ന കർത്താവ് സംസാരിക്കുന്നത്. ആ മറുപടി എങ്ങനെയാ? 7-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ബിന്ദു കുറിക്കാൻ പോകുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ, പയ്യല്ല വിടുതൽ, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ ആമൻ അവിടെ പ്രത്യക്ഷനായി. അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. പത്രോസിനെ മൂടപ്പെട്ട് കിടക്കുന്ന ഇടത്ത് പെട്ടെന്നൊരു വെളിച്ചം ഇറങ്ങുക. ദൂതൻ ഇറങ്ങിയത് പെട്ടെന്ന്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, ചില വിടുതലുകൾ പെട്ടെന്ന് സംഭവിക്കുമെന്ന്. പുറത്ത് കിടക്കുന്ന കൽപാത്രം അകത്തൊന്നു വന്നു. യേശു പറയുക, ഈ പാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പീൻ എന്ന് പറഞ്ഞ് അവിടുത്തെ ശിഷ്യന്മാർ ബാല്യക്കാർ ആ പാത്രങ്ങളിൽ അവർ വക്കോളം കോരി വെള്ളം നിറച്ചു. അടുത്ത ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദം എന്താ? ഇനി കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുപ്പീൻ. കോരി വെച്ചത് വെള്ളം, വിളമ്പിയത് വീഞ്ഞ്. കോരിയ ശേഷവും വിളമ്പുവിൻ എന്ന് പറയുന്നതിന് മുമ്പിൽ ആരുടെ കണ്ണിൽ വെളിപ്പെടാത്ത ഒരു കൈ ആ കൽപാത്രത്തിൽ ചലിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ഓരച്ചാച്ചന്മാരുടെ കണ്ണിൽ വെളിപ്പെടാത്ത ഒരു കൈ നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് ഇന്ന് രാത്രി മറക്കരുത്. പോരാ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേ പറ. ഉടബദന ശന്തരാധന, ആരുടെ കണ്ണിൽ വെളിപ്പെടാത്ത ഒരു കരം നിനക്ക് വേണ്ടി.
ഹല്ലേലൂയ. 17 വർഷത്തോളമായി ഈ ശുശ്രൂഷയിൽ കർത്താവ് നിർത്തുന്നു. ഓടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒരുപാട് ദൈവദാസന്മാരുടെ ദൈവാലോചന കേട്ട് ചിരിച്ചുകൊണ്ട് എഴുന്നേക്കും. അവിടെ ഒന്നും കാറ്റ് കണ്ടില്ല, മഴ കണ്ടില്ല, പക്ഷെ താഴ്വരയിൽ വെള്ളം നിറയ്ക്കുമെന്ന് പറഞ്ഞത് അവനാ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസത്തോടെ കുഴിച്ച കുഴികളിൽ വെള്ളം നിറയാൻ പോകുന്ന സമയം ഇനി. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേം പറയാവോ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ യോവേൽ പ്രവചന 2-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 9 വാക്തത്വങ്ങൾ അതിനകത്ത് ആലേഖനം ചെയ്ത് ആ ജനത്തെ മടക്കി വരുത്തിക്കൊണ്ട് ആമൻ യോവേൽ പ്രവചിച്ച ദൈവശബ്ദങ്ങളിൽ അവസാനമായി പറഞ്ഞു നിർത്തുന്നൊരു വാക്കുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുമെന്നല്ല, ഞാൻ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഈ 3 days മീറ്റിങ്ങിനകത്ത് ദൈവം ചിലത് ചെയ്തിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 4 പേർ ചേർന്നുള്ള ഒരുപാട് കൂട്ടരെ പിടിച്ച് ആമത്തിൽ പൂട്ടി ഇരുട്ടിൻ്റെ അറയ്ക്കകത്ത് തള്ളിയിരിക്കുന്ന പത്രോസ് ഇനി പുറം ലോകം കാണത്തില്ല എന്ന് ലോകക്കാർ വിധി പറഞ്ഞിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മഹത്വം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ അറയിൽ പ്രകാശിപ്പിച്ച് അവിടെ ഒരു വെളിച്ചം പ്രകാശിപ്പിച്ച് പത്രോസ് കിടന്ന് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ വിലാപ്പുറം തട്ടി വേഗം എഴുന്നേൽക്കെന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുക. നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിഷയം കിടക്കുന്ന ഇടത്തേക്ക് ദൈവാത്മാവ് ഇറങ്ങാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറയാവോ? നിന്റെ വിഷയം കിടക്കുന്ന ഇടത്ത് ദൂതൻ ഇറങ്ങാൻ പോകുകയാ. അത് ഏത് പിടിവള്ളിയിലൂടെ അത് പിണഞ്ഞു കിടന്നാൽ, ഏത് കാട്ടുവള്ളി കൊണ്ട് ബന്ധിച്ചാൽ, ഏത് ചങ്ങല കൊണ്ട് കൊതിക്കിയാൽ, നിന്റെ വിഷയത്തിനകത്ത് നീ ഇവിടെ ഇരുന്നു കൊണ്ട് സ്തോത്രം പറയുമ്പോൾ അതിന്റെ കെട്ടവട അഴിയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞ് അല്പസമയം ആ കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തിന് നന്ദി പറയാ. ഇന്ന് രാത്രി എത്ര പേര് തയ്യാറാണ്? പോരാ പോരാ പോരാ, കയ്യടി പോരാ, കയ്യടി പോരാ. വിദൂരങ്ങൾക്കകത്ത്, നിന്റെ ഭവനത്തിന്റെ ഉള്ളറകൾക്കകത്ത് നിനക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റാത്തടുത്ത് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു ദൂതൻ ഇറങ്ങുകയാണ്. ഒരു ദൂതൻ ഇറങ്ങുകയാണ്. നിന്റെ തലയ്ക്കകത്തുള്ള മന്ദതയുടെ കെട്ടഴിഞ്ഞ് ഇന്ന് രാത്രി ഒരു പുതിയ ഒരു സൃഷ്ടിയോടെ ഇതിനകത്ത് ഇത് പുറത്തെടുക്കാൻ വാഴ്ത്തമുള്ള പൗലോസിനെ ശീലാസിനെ കാരാഗ്രഹത്തിൽ പൂട്ടിയവൻ അവന്റെ താക്കോൽ ഇടുപ്പിൽ വെച്ചിരിക്കുമ്പോ അർദ്ധരാത്രിയിൽ അവർ പാടി, അവർ ദൈവത്തെ സ്തുതിച്ചത് ഇടുപ്പിലിരിക്കുന്ന താക്കോൽ പോലും എടുക്കാതെ ആ വാതിൽ തുറന്ന ഒരു ദൈവ ഇന്ന് രാത്രി ചില വാതിലുകൾ തുറക്കുകയാണ്. തുറന്നു വരിക, തുറന്നു വരികയാ. ഇന്ന് രാത്രി തുറന്നു വരികയാണ്. ചില വിടുതലുകൾ തുറന്നു വരികയാണ്. ചില ഉറവകൾ തുറക്കുകയാണ്. അബ്രഹാമേ, സാറയുടെ നിർദ്ദേശപ്രകാരം ജീവിതത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള വാഗ്ദത്തങ്ങൾ മറച്ച് അവൾ പറഞ്ഞ ചില വാക്കുകൾ കേൾക്കേണ്ടി വന്നു. എന്നാൽ വീണ്ടും അവൾ നിർദ്ദേശിക്കുക ആ ദാസിയും കുഞ്ഞിനെയും പുറത്താക്കണമെന്ന്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. മരുഭൂമിയുടെ ഏകാന്തതയ്ക്കകത്ത് എല്ലാം തകർന്ന് അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് ഇന്ന് കൊടുത്ത ഒരു തുരുത്തി വെള്ളവും അപ്പകഷ്ണങ്ങളും വഴിയിൽ വെച്ച് തീർന്ന് ഇനി ജീവിതം ഇനി ഇല്ല എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവൻ കുഞ്ഞിനെ അൻപിൻപാടൊരു കുറുങ്കാട് തണിൽ കൊണ്ട് അവിടെ കിടത്തി, അവിടെ ഇട്ട് അവൻ മാറിപ്പോയിരുന്ന് കരയുന്നവൾ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഒരു ഉറവ തുറക്കുമെന്ന്. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ഇടപെടുക. കരയുന്നവരോട് ഇന്ന് രാത്രി ദൈവം പറയുക, കരയരുത്. നിന്നെ കണ്ട് മനസ്സലിഞ്ഞ ദൈവം, നീ ചവിട്ടി നിൽക്കുന്ന മണ്ണിനകത്തൊരു ഉറവ തുറക്ക. നീ ഏത് സബ്ജക്റ്റിനോട് ബന്ധപ്പെട്ട് ഈ രാത്രിയിൽ ഇതിനകത്തിരിക്കുന്നു, അത് വിങ്ങി പൊട്ടി അത് നിരാശയോടെ മടക്കിക്കൊണ്ടു പോകാനല്ല. ഇന്ന് രാത്രി ആ വിങ്ങലിനകത്ത് ഒരു മറുപടി ദൈവം ചെയ്തെടുക്കാം. ഹല്ലേലൂയ.
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ദൈവപുരുഷനെ പുറത്തു കൊണ്ടുവന്ന ചില കാരണങ്ങൾ കമ്പിവാചകം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒന്നാമത്തെ ദൈവിക സന്ദേശം, ഈ പത്രോസിനെ പുറത്തു കൊണ്ടുവരാനുള്ള ഒന്നാമത്തെ ദൈവിക സന്ദേശം പരിശുദ്ധാത്മ പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് സംസാരിക്കുന്നത്, എനിക്ക് നിങ്ങൾക്ക് വാഗ്ദത്തങ്ങളുണ്ട്. ഒരു കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ജീവിതത്തിനകത്ത് ശുഭപ്രതീക്ഷയോടെ ഗുഡ് ബൈ പറഞ്ഞു പോകേണ്ട കാലഘട്ടത്തിനകത്തും നീ ഞാനും ജീവിച്ചിരിക്കുന്നതിൻ്റെ പുറകിൽ എന്നോടും നിന്നോടും ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമാണ്. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ള ജനം മുഴുവനും ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞോ. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നിലും നിന്നിൽ നിക്ഷിപ്ത. പത്രോസിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിൻ്റെ ഉടമ്പടി പ്രകാരം പത്രോസിന് മനസ്സിലായി, ഇനി എത്ര ഹെരോദാവല്ല, ഏതൊക്കെ സാമ്രാജ്യക്കാർ എന്നെ കൊല്ലാൻ ഇട്ടാലും എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തത്തിൻ്റെ നിവർത്തി തീരാതെ ഒരു മനുഷ്യൻ്റെ കത്തിയും എൻ്റെ തലയ്ക്കും ഇത് എൻ്റെ കഴുത്തിനും ഇത് വരികയില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ആ കാരാഗ്രഹത്തിൽ അവൻ കൈകെട്ടി കിടന്നുറങ്ങിയത്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറഞ്ഞു, വാഗ്ദത്തമുള്ള ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഏതൊക്കെ പ്രയാസങ്ങൾ നിനക്ക് വിരോധമായി വന്നാൽ നിൻ്റെ മേൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളിടത്തോളം നിനക്കത് ഹാനി വരികയില്ല. രണ്ട്, യേശുവിൻ്റെ രക്തത്തിനകത്തുള്ള ആശ്രയ. മോശയോട് പറഞ്ഞത്, കട്ടളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം പൂശുക, നീയും നിൻ്റെ കുടുംബവും അകത്ത് കയറി കതകടയ്ക്കുക, പുറത്തിറങ്ങരുത്, സംഹാരകം വരും. രക്തത്തിനകത്തിരിക്കുന്നവരെ അവൻ സംരക്ഷിക്കും, എന്നാൽ രക്തത്തിന് പുറത്ത് നിൽക്കുന്നതിനെ അവൻ കൊണ്ടുപോകും. ഇന്ന് രാത്രി എന്നെയും നിന്നെയും തൊട്ടത് കർത്താവിൻ്റെ തിരുരക്തമാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരമെന്ന് ഉയർത്തി ഒന്ന് ആമേൻ പറയാവോ? 12 വർഷം കൊണ്ട് ബ്ലീഡിങ്, 12 വർഷം കൊണ്ട് രക്തസ്രാവമുള്ളൊരു സഹോദരി ഏറിയ ചികിത്സിച്ചിട്ട് സൗഖ്യം വരാതെ അവളുടെ അകത്ത് വെളിപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലും തൊട്ടപ്പോൾ അവിടെ വായിക്കുന്നത് ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നെന്നല്ലേ. ഇന്ന് രാത്രി ഒറ്റ സ്പാർക്കിനകത്ത് പോലും അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, എന്നെ തൊട്ടതാറ്. ഹല്ലേലൂയ. ആവശ്യഗതിയോടെ ആരോ എന്നെ തൊട്ടിട്ടുണ്ടെന്ന് ഉടയ തമ്പുരാൻ മനസ്സിലാക്കി. എന്നാൽ അവൾ മറഞ്ഞു നിൽക്കാതെ അവൾ യേശുവിൻ്റെ അരികിലേക്ക് വരാൻ തയ്യാറായി. ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് അനുഭവിച്ചറിയാൻ എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാണ്? യേശുവിൻ്റെ രക്തത്തിനകത്ത് ആശ്രയം വെച്ചോ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക. ഒന്ന്, ദൈവത്തിൻ്റെ വാഗ്ദത്തം. രണ്ട്, യേശുവിൻ്റെ രക്തത്തിനകത്തുള്ള ആശ്രയം. മൂന്ന്, പ്രാർത്ഥനയുടെ ശക്തി. പത്രോസ് പുറത്തു വരാൻ കാരണം പ്രാർത്ഥനയുടെ ശക്തി. ആമേൻ. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറ്. 4, അഭിഷേകമുള്ളതുകൊണ്ട് അവൻ പുറത്തു വരാൻ തയ്യാറായി. ഇന്ന് രാത്രി 1-ാം കാവലും 2-ാം കാവലും തുറന്ന് 3-ാമത്തെ ഇരുമ്പ് വാതിൽ അവർക്ക് സ്വതവേ തുറന്ന് പട്ടണവാതിൽക്കൽ ചെന്ന് ദൂതൻ വിട്ടുമാറി അവനിപ്പോൾ ചെന്ന് നിൽക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരുടെ റൂമിലേക്കാണ്. ഇന്ന് രാത്രി ഇതാണ് കവാടമെങ്കിൽ ഇതിൻ്റെ പുറത്ത് സഭ പ്രാർത്ഥിച്ച വിഷയം വന്നിട്ടുണ്ട്. ആ ഡോറിൻ്റെ ഡോമൻട്രിയുടെ കുറ്റി ഒന്ന് തുറന്നാൽ ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ച വിഷയം അകത്ത് കയറി വരും. ഈ 3 days മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പരമപ്രധാനമായ ഒരു ദൂത് ആത്മാവ് പറഞ്ഞു നിർത്തി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചത് പുറത്തു വന്നിട്ടുണ്ട്. ആരോധയെ പോലെ ഹാമൻ ആ വിടുതലുമായി അവൾ അകത്തേക്ക് വന്ന് പ്രാർത്ഥിച്ചവരോട് പറഞ്ഞപ്പോൾ അവളോട് പറഞ്ഞ മറുപടി, നിനക്ക് ഇല്ല, ഉള്ളത് തന്നെയെന്ന് അവർ ഉറപ്പിച്ചു പറയുമ്പോൾ വാതിൽക്കൽ നിന്ന് ശബ്ദം കേൾക്കുകയാ. അവർ ഓടിച്ചെന്ന് വാതിൽ തുറന്നപ്പോൾ അവർ പ്രാർത്ഥിച്ച പത്രോസ് പുറത്തു വന്ന് നിൽക്കുകയാണ്. ഇന്ന് രാത്രി ചില വിടുതലുകൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് ദൈവാത്മാവ് വചനത്തിലൂടെ ഇടപെടുകയാണ്. കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് അടച്ച് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കഴിയുമെങ്കിൽ ആ വലതുകരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു മിനിറ്റ് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്. എനിക്ക് തന്ന സമയങ്ങൾ തീർന്നു. അവൻ ഈ 4 ശബ്ദങ്ങൾ. 1, അഭിഷേകം. ആമേൻ. 2, വാഗ്ദത്തം. 3, പ്രാർത്ഥനയുടെ ശക്തി. 4, യേശുവിൻ്റെ രക്തത്തിനകത്തുള്ള ആശ്രയ. ആമേൻ. ഈ മേഖലകൾക്കകത്ത് നീ ഒന്ന് കയറി നിന്നാൽ ഒരു സാമ്രാജ്യത്തിൻ്റെ പൂട്ട് നിനക്ക് വിരോധമായി നിൽക്കത്തില്ല. ദൈവം അതിനെ പൊട്ടിക്കുക. ഇന്ന് രാത്രി ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഷാധാനാറ ആധുനിക മതന കടകസി അല്പസമയം വായുകളെ തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ
സ്വർഗത്തിൻ്റെ മഹിമകൾ വിടിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഈ രാത്രി ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നതിന് ഈ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന എൻ്റെ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തിനകത്ത് അഭിഷേകത്തിൻ്റെ മഹത്വം, പ്രാർത്ഥനയുടെ ഒരു വര, അവൻ വാഗ്ദത്തത്തിൻ്റെ നിറവ് ഈ ജനത്തെ മൂടുന്നതിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ ഈ ജനത്തെ നീ പൊതിയുന്നതിന് സ്തോത്രം. ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് ഭവനത്തിൽ എത്തും മുമ്പ് ചില വിടുതലുകളുടെ ധ്വനികൾ ഇവരെ കണ്ണാൽ കാണുക, അത് അനുഭവിക്കാനുള്ള ദൈവിക മഹത്വം ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കണ്ട മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് ഇടപെട്ട ദൈവമഹത്വം ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാന്നിധ്യം കൊണ്ട് അവരെ മൂടണം. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഞാൻ അവരെ ക്രിസ്തു യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയ പിതാവേ, ഈ പകലും രാത്രിയിലും എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച് ബഹുമാന്യ ദൈവദാസന്മാരുള്ള നന്ദി അറിയിക്കുന്നു. വാഴ്ത്തത്വവും യേശുവിൻ്റെ രക്തത്തിലും അഭിഷേകത്തിലും പ്രാർത്ഥനയിലും ഈ കാലഘട്ടത്തിൽ ഓടുക, ഇതിനകത്തേക്ക് കയറി അഭയം പ്രാപിക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണം. കഴിഞ്ഞ പകലും ഈ രാത്രിയിലും നമ്മുടെ മധ്യ ഐശ്വര്യമായ ദൈവജന ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനോട് ദൈവസഭയുടെ ഹൃദ്യമായ നന്ദി വന്ദനത്തെയും അറിയിക്കുന്നു. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഈ രാത്രി കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പെട്ടെന്നുള്ള ചില വിടുതലുകൾ നമ്മുടെ കൂടാരങ്ങൾ വെളിപ്പെടട്ടെ, നമ്മുടെ സഭയിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ദേശത്തിന് മേൽ വെളിപ്പെടട്ടെ, തലമുറകളുടെ മേൽ കർത്താവ് കൈമാറട്ടെ. ചില രാജ്യങ്ങൾക്കപ്പുറത്ത് പെട്ടെന്നുള്ള ചില വിടുതലുകൾ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് ദിവസനിധി സ്തോത്രം ചെയ്താട്ട് കർത്താവ് നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള പെട്ടെന്നുള്ള ചില വിടുതലുകൾ. ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില വിടുതലുകൾ, ചെവികൾക്ക് വിശ്വസിക്കാതെ കേട്ടിട്ടും ഞങ്ങളുടെ ഹൃദയത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത ചില വിടുതലുകൾ പെട്ടെന്ന് ഞങ്ങൾക്കായി നീ ഒരുക്കി വെച്ചിരിക്കുക. സ്തോത്രം എന്ന് പറഞ്ഞ് ഒരു നിമിഷം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. അങ്ങനെ നാം എല്ലാവരും ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജീവ് അവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ ദാസൻ്റെയും കുറിച്ച് പാസ്റ്റർ ആശീർവാദങ്ങൾ പറയുകയും ചെയ്ത് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. കണ്ണുകടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ രാജാവ്, അടികൾക്ക് നൽകിയ നല്ല രാത്രി കാലത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ഭക്തനിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ച വിലയേറിയ ആലോചനകൾക്കായി സ്തോത്രം ചെയ്തു. പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തുന്ന വിടുതലുകൾക്കായി നന്ദി പറയുകയാണ്. കർത്താവെ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ ശബ്ദങ്ങളെ കേട്ട് ഇന്ന് രാത്രികാലം ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, അഭിഷേകത്തിൽ നിലനിന്നുകൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനും കർത്താവെ ഞങ്ങളുടെ രക്തത്തിൽ ആശ്രയിപ്പാനും ഇന്ന് രാത്രികാലം ഞങ്ങളെ പ്രബോധിപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. അപ്പാ, പത്രോസിന് വേണ്ടി അപ്പാ ഹല്ലേലൂയ ദൂതനെ അയച്ച് പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി അവനെ ഉണർത്തി എഴുന്നേൽക്കാമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ എഴുന്നേൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വിശ്വാസത്താൽ അത് പ്രാപിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അദൃശ്യമായി വ്യാപരിച്ച ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലെ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് അങ്ങ് നയിക്കുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. അപ്പാ ഈ ദിവസങ്ങളിൽ കർത്താവേ, ഈ ഉപവാസത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അങ്ങ് ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഉപവാസം ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാക്കി തീർക്കുമാറാകണമേ. പൂർണ്ണമായി ഭാഗ്യമായി ഉപവാസം ഇരിക്കുന്ന അങ്ങയുടെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാല തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവവചനം കേട്ട് വീണ്ടും ബലപ്പെടുവാനോ കർത്താവ് ആത്മാവിൽ പുതുക്കം പ്രാപിപ്പാനോ ഞങ്ങളങ്ങ് സഹായിച്ചതിനായി നന്ദി പറയുകയാണ്. കർത്താവ്, ഞങ്ങളുടെ ദൈവദാസന്മാർക്കായി സ്തോത്രം. ടി എം കോശി പാസ്റ്ററിനായി സ്തോത്രം, കുടുംബത്തിനായി നന്ദി പറയുകയാണ്. ജോവൻ പാസ്റ്ററിനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലം രാത്രികാലോ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനമായി ഞങ്ങളുടെ മധ്യ അയച്ച അങ്ങയുടെ വിലയേറിയ ദാസനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അധികമായി പ്രയോജനപ്പെടുത്തുമാറാകണമേ. അങ്ങയുടെ കർത്താവേ, ദാസന്റെ സഭയെ അനുഗ്രഹിക്കുമാറാകണമേ. ശുശ്രൂഷകളെ മാനിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളിപ്പോൾ പിരിയുമ്പോഴും പിരിയാത്ത സാന്നിധ്യം കൊണ്ടിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ മീറ്റിങ്ങിനെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം നടക്കുന്ന കർത്താവേ, ആ ഫ്യൂണറൽ സർവീസിനായി സ്തോത്രം ചെയ്യുന്നു. ദുഃഖിതരായിരിക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. പ്രത്യാശ പുതുക്കി ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കർത്താവെ ആശ്വസിച്ച് പങ്കെടുക്കാനും കർത്താവെ പ്രാർത്ഥനയോടെ പങ്കെടുപ്പാനും ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളുടെ ബലമുള്ള കരത്തിൽ ഏൽപ്പിക്കുന്ന എല്ലാ മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനെ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും എല്ലാ ദൈവമക്കളോടും ഇന്ന് പകലും രാത്രിയിലും അതിനെ സൂക്ഷിച്ച കർത്താവിൻ്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മുടെ മധ്യയിൽ പകലും രാത്രിയിലും ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസനോട് നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നാളെ കൃത്യം 11 മണിക്ക് പതിവ് പോലെ ശുശ്രൂഷ ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാവരും കടന്നു വരണം.